നമസ്കാരം, സ്വാഗതം വാർത്തകളിലേക്ക്. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക് ആദ്യം. നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. അദാലത്ത് സംഘടിപ്പിച്ചത് നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് പരിഷ്കരണം പ്രതിഷേധവുമായി CPM നേതാക്കൾ ആശുപത്രി അധികൃതർക്ക് മുന്നിലെത്തി. ചർച്ചയെ തുടർന്ന് പരിഷ്കരണം പിൻവലിക്കുവാൻ തീരുമാനം. വണ്ടൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി AP അനിൽകുമാർ. മേൽപ്പാലം നിർമ്മാണത്തിനായി വേണ്ടത് 63.11 ആഴ്സ് ഭൂമി. നാടുകാണി ചുരം പാത ഇനി ഹരിതാഭമാകും. പുതിയ പദ്ധതിയുമായി വഴിക്കടവ് വനം റേഞ്ച് അധികൃതർ. കാഴ്ചക്കാരെ ആകർഷിക്കുന്ന മുളംകൂട്ടങ്ങൾ പുനഃസൃഷ്ടിക്കുവാനുള്ള പദ്ധതിയാണ് നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ നടപ്പിലാക്കുന്നത്. വാർത്തകൾ നോക്കാം വിശദമായി. നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. കനോലി പ്ലോട്ടിൽ നടന്ന വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ടാകാൻ ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ ഉണ്ടാവും. ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കൾ അവരുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും അതുപോലെ തന്നെ സംഘർഷത്തിൽ വന്യജീവികളുടെ സംഘർഷത്തിൽ അവരുടെ ഉപദ്രവമുണ്ട്. കൃഷി നാശിച്ചവര്, പിന്നെ അവരുടെ മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ നശിച്ചവര്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു, കടുവ കറവ പശുവിനെ കൊണ്ടുപോയി. അപ്പൊ അതുപോലുള്ള നഷ്ടത്തിന് അർഹത നേടിയ ആളുകൾക്ക് യഥാസമയം കോമ്പൻസേഷൻ കൊടുക്കുക എന്ന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനോടനുബന്ധിച്ച് വളരെ അഭിനന്ദനീയമായ മാതൃകയിൽ നമ്മളുടെ വന്യജീവി വകുപ്പ് ഇങ്ങനെ അദാലത്ത് സംഘടിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചടങ്ങിൽ നഷ്ടപരിഹാര തുകകളുടെ കൈമാറ്റവും ചെയർപേഴ്സൺ നിർവഹിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF അനീഷ സിദ്ദിഖ് അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MA ജോസ്, റംലത്ത്, സജീർ മേത്തല, ഷമീന കാഞ്ഞിരാല, CK അബൂബക്കർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരസഭാ കൗൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ലാസുകളും എടുത്തു. 15 പേർക്കാണ് ഇന്ന് നഷ്ടപരിഹാരം നൽകിയത്. നാടുകാണി ചുരം പാതയോരങ്ങൾ കൂടുതൽ ഹരിതാഭമാക്കുവാൻ പുതിയ പദ്ധതിയുമായി വഴിക്കടവ് വനം റേഞ്ച് അധികൃതർ. ചുരം പാതയിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിൽ ഒന്നായിരുന്നതും പാതയോരത്ത് തിങ്ങി നിറഞ്ഞിരുന്നതുമായ മുളം കൂട്ടങ്ങൾ പുനഃസൃഷ്ടിക്കുവാനുള്ള പദ്ധതിയാണ് നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 നാടുകാണി വനമേഖലയിലെ മുളകൾ മുഴുവൻ പൂത്ത് പൂർണ്ണമായി ഉണങ്ങിപ്പോയിരുന്നു. പുല്ലുവർഗത്തിൽപ്പെട്ട മുളകൾ പൂത്ത് മുളയരിയാകുന്നതോടെ പൂർണ്ണമായി നശിച്ചു പോവുകയാണ് പതിവ്. മുള കട്ടയിടുക എന്നാണ് ഇതിന് പറയുന്നത്. ആനകളുടെ പ്രധാന ആഹാരമാണ് മുളകൾ. വനത്തിൽ മുളകൾ ഇല്ലാതായതോടെയാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായത്. ഇതിന് ചെറിയൊരു പരിഹാരമായി നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വെള്ളക്കട്ട വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മുളകൾ വച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായത്. മഹാപ്രളയത്തില് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടുള്ള ഏരിയയാണ്. മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ പ്രദേശത്ത് മുള പോലുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതോടുകൂടി ഒരു പരിധി വരെ നമുക്ക് ലാൻഡ് സ്ലൈഡിങ്ങും അതേപോലെ മണ്ണൊലിപ്പും തടയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മുളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തദ്ദേശീയമായിട്ട് ഉള്ള മുളം തൈകളാണ്. ഈ ഏരിയയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് വനം വകുപ്പിൻ്റെ സെൻട്രൽ നഴ്സറിയിൽ പ്രത്യേകമായി ശാസ്ത്രീയമായിട്ട് വികസിപ്പിച്ചെടുത്ത തൈകളാണ് ഈ പ്രദേശത്ത് നട്ടുകൊണ്ടിരിക്കുന്നത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് VBG റാംജി പദ്ധതിയുമായി ചേർന്നാണ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. വനം വകുപ്പിന്റെ വള്ളുവശ്ശേരി സെൻട്രൽ നഴ്സറിയിൽ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത 2 വർഷം പ്രായമായ 1000-ഓളം മുളത്തൈകളാണ് ചുരത്തിലെ തകരപ്പാടി മുതലുള്ള വനത്തിൽ വെച്ചുപിടിപ്പിക്കുന്നത്. പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ V രാജേഷ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപിനാഥിന് തൈകൾ കൈമാറി നിർവഹിച്ചു. വെള്ളക്കെട്ട വനസംരക്ഷണ സമിതി സെക്രട്ടറി PM അയ്യൂബ്, വനപാലകരായ K സലാഹുദ്ദീൻ, K ജയരാജൻ, NP പ്രദീപ് കുമാർ, T ദൃശ്യ, P മനോജ് എന്നിവർ നേതൃത്വം നൽകി.
നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് പരിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി CPM നേതാക്കൾ ജില്ലാ ആശുപത്രി RMOയ്ക്ക് മുന്നിലെത്തി. ഇന്ന് 12 മണിയോടെയാണ് നേതാക്കൾ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് നടന്ന ചർച്ചയിൽ പരിഷ്കാരം പിൻവലിക്കുവാൻ തീരുമാനമായി. ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുത്ത രോഗികൾ വിദഗ്ധ ഡോക്ടറുടെ സേവനത്തിനായി വീണ്ടും OP ടിക്കറ്റ് എടുക്കണമെന്നാണ് സർക്കുലർ ഇറക്കിയിരുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണുണ്ടായത്. സാധാരണക്കാരായ രോഗികൾക്ക് ഇത് ഏറെ പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ സർക്കുലർ പിൻവലിച്ച് ടിക്കറ്റ് സംവിധാനം പഴയപടിയാക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം സൂപ്രണ്ടിനെ അടക്കം RMO ഡോക്ടർ അബ്ദുൾ റസാഖ് ധരിപ്പിച്ചു. തുടർന്നാണ് തിങ്കളാഴ്ച മുതൽ OP ടിക്കറ്റ് സംവിധാനം പഴയപടി തന്നെയാക്കുമെന്ന് ഉറപ്പു നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. മലയോര മേഖലയിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക് വരുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട രോഗികൾക്ക് വലിയ പ്രയാസങ്ങളാണ് അതുവഴി ഉണ്ടായത്. ഈ ഉത്തരവ് അന്യായമായി ഇറക്കിയ ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് RMOയെ സമീപിച്ചത്. അതുമാത്രവുമല്ല, ഇവിടെ ചികിത്സക്കെത്തുന്ന രോഗികളെ ഒരു ഡോക്ടർ 70 രോഗികളെ മാത്രമേ നോക്കൂ എന്നുള്ള ഒരു അന്യായമായ നടപടിയും ഇവിടെ സ്വീകരിച്ചു വരികയാണ്. വലിയ ദൂരപ്രദേശങ്ങളിൽ നിന്നാണ് നമ്മുടെ ആശുപത്രിയിലേക്ക് രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. അപ്പോൾ 11:30 മണിയോടുകൂടി ഡോക്ടർമാർ ചികിത്സ അവസാനിപ്പിച്ച് സ്വകാര്യ ക്ലിനിക്കുകളിലെ ചികിത്സയ്ക്ക് പോകുന്ന സാഹചര്യം ഇവിടെ വളർന്നു വന്നിരിക്കുകയാണ്. കക്കാടൻ റഹീം, T ഹരിദാസ്, VC ശ്രീധരൻ, അരുമ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് CPM പ്രവർത്തകരെത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ LDF പ്രവർത്തകർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. CPM എടക്കര ഏരിയ സെന്റർ അംഗം AT റെജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അങ്ങാടിയിൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാരെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. CPI നേതാവ് ഇർഷാദ് പരപ്പൻ അധ്യക്ഷത വഹിച്ചു. CPM വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി K ഷറഫുദ്ദീൻ, പഞ്ചായത്ത് അംഗം ബിനു പോൾ, KT വർഗീസ്, M ഷിഹാബ്, PT ഉഷ, PK അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം ഉമ്മു ഹബീബ, സിൽവി മനോജ്, ബാബുരാജ്, അഹമ്മദ് കുട്ടി, നദീറ, സഫ്വാൻ, നാണി, ശശി എന്നിവർ നേതൃത്വം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ LDF പ്രവർത്തകർ എടക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. CPM എടക്കര ഏരിയ കമ്മിറ്റി അംഗം U ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. UDF പറയുന്നതിൽ നിന്നൊക്കെ പുറകോട്ട് പോവുകയാണ്. VD സതീശൻ 24 മണിക്കൂറും ഖേദകരമെന്ന് പറയട്ടെ, കളവ് മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി അധപതിച്ചിരിക്കുകയാണ്. പുതിയ കാലത്ത് മാധ്യമങ്ങളുടെ മുൻപിലാണ് പൊതുപ്രവർത്തകർ തങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞ ഒരു കാര്യം പിന്നീട് മാറ്റി പറയുമ്പോൾ നല്ല ജാഗ്രത. മുസ്ലിയാരങ്ങാടിയിൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാരെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ M സൈദലവി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി സനിൽ പാർലി, ഗ്രാമപഞ്ചായത്ത് അംഗം T മനു, കേരള കോൺഗ്രസ് നേതാവ് തങ്കച്ചൻ, MK ചന്ദ്രൻ, S ജയപ്രകാശ്, ഷീബ ഹസൻ എന്നിവർ സംസാരിച്ചു. M ഉമ്മർ, ഷെറോണ റോയ്, സോമൻ പാർലി, അജി സുനിൽ എന്നിവർ സംബന്ധിച്ചു. വണ്ടൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ഭരണാനുമതി ലഭിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മേൽപ്പാലം നിർമ്മാണത്തിനായി 63.11 ആഴ്സ് ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. പ്രദേശത്തെ 209, 212, 213, 376, 377, 379, 380 എന്നീ സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ഏറ്റെടുക്കൽ നടപടികൾക്കായി പരിഗണിക്കുന്നത്.
ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുടർ നടപടികൾക്കായി ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് നടപടികൾ ആരംഭിക്കുന്നത്. പൊതു താൽപര്യവും വികസന ആവശ്യങ്ങളും മുൻനിർത്തിയാണ് ഭൂമി ഏറ്റെടുക്കൽ. ഭൂമി ഉടമകൾക്ക് നിയമാനുസൃതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാണിയമ്പലം റെയിൽവേ ഗേറ്റിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും ഏറെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് റെയിൽവേ മേൽപ്പാലം. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ഭരണാനുമതി ലഭിച്ചതോടെ പദ്ധതിയുടെ തുടർ നടപടികൾക്ക് വേഗം കൂടുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ എലിപ്പനി രോഗബാധയും മരണങ്ങളും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം മാത്രം എലിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചു. ഓഗസ്റ്റ് 6 എഴുപത്തുരുത്തി സ്വദേശിനിയായ 57കാരിയും ഓഗസ്റ്റ് 9 മഞ്ചേരി സ്വദേശിയായ 45 വയസ്സുകാരനുമാണ് രോഗം ബാധിച്ച് മരണപ്പെട്ടത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 40 പേർ എലിപ്പനി ലക്ഷണമായി ചികിത്സ തേടിയിട്ടുണ്ട്. എടവണ്ണ, മഞ്ചേരി, വെട്ടേക്കോട്, കാവനൂർ, തൃപ്പനച്ചി, ആനക്കയം, തൃക്കലങ്ങോട്, കൊണ്ടോട്ടി, ചോക്കാട്, ചുങ്കത്തറ, നിലമ്പൂർ, തിരുനാവായ, മാറാക്കര, മംഗലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രോഗബാധ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് അണുബാധയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. പനിയോടൊപ്പം കഠിനമായ ശരീരവേദനയോ കണ്ണിൽ ചുവപ്പോ അനുഭവപ്പെട്ടാൽ ഒട്ടും വൈകാതെ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എലിപ്പനിക്ക് പുറമെ സാധാരണ പനിബാധിതരുടെ എണ്ണത്തിലും ജില്ലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 16,634 പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിലെ OP വിഭാഗത്തിൽ ചികിത്സ തേടിയത്. പ്രതിദിനം ശരാശരി 2000-ലധികം ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 2961 പേരാണ് പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ എത്തിയത്. ഇതോടെ ജില്ലയിലെ താലൂക്ക് ജില്ലാ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പനിയും അനുബന്ധ രോഗങ്ങളും തടയാൻ ശുചിത്വം പാലിക്കുന്നതിനൊപ്പം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ പഞ്ചദിന വാരം നടപ്പിലാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെയും IBIയുടെയും നിഷേധാത്മക നിലപാടുകൾക്കെതിരെ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ ഫെഡറൽ ബാങ്കിന് മുൻവശമാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ ചെയർമാൻ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അനിത, സുനിൽ, റോഷൻ, അനു, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് കുമാർ സ്വാഗതവും നിലമ്പൂർ ടൗൺ കമ്മിറ്റി സെക്രട്ടറി അഞ്ജന നന്ദിയും പറഞ്ഞു. 60ഓളം ജീവനക്കാർ പങ്കെടുത്തു. സുബ്രതോ കപ്പ് സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യന്മാരായ നിലമ്പൂർ മാനവേദൻ സ്കൂൾ ടീമിന് അനുമോദനം നൽകി. മാനവേദൻ സ്റ്റേഡിയം കൂട്ടായ്മയുടെയും മെക്സവന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഡോക്ടർ അഷ്റഫ്, പ്രൊഫസർമാരായ അബ്ദുൽ കരീം, മദാരി, ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനവും ആദരിക്കലും നടത്തിയത്. ടീം അംഗങ്ങൾക്ക് ക്യാഷ് അവാർഡും നൽകി. കോച്ചുമാരായ ഷാഹിദ്, കമാൽ, അബ്ദുൽ സലാം എന്നിവരെയും ആദരിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണത്തിനായി സമാഹരിച്ച തുക കൈമാറി. നിലമ്പൂർ ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ. +1, +2 വിഭാഗം വിദ്യാർത്ഥികളാണ് നിലമ്പൂർ CS സെന്റർ ചെയർമാൻ കണ്ണാട്ടിൽ ബാപ്പുവിന് തുക കൈമാറിയത്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ ജീനിയുടെ നേതൃത്വത്തിൽ +2 അധ്യാപകരായ സീന, പ്രസീജ, സോഷ്യൽ സർവീസ് കോർഡിനേറ്റർമാർ, വിദ്യാർത്ഥികൾ എന്നിവരാണ് സമാഹരിച്ച തുക CH സെന്ററിന് കൈമാറിയത്. വിദ്യാർത്ഥികളിൽ സ്നേഹവും കരുണയും ദാനശീലവും വളർത്താൻ ഇത്തരം പ്രവൃത്തികൾക്ക് കഴിയുമെന്ന് സിസ്റ്റർ മരിയ ജീന പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളും നിലമ്പൂർ CH സെന്റർ പ്രവർത്തകരും ചേർന്ന് നിർധനരായ രോഗികൾക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും ഭക്ഷണം വിതരണം ചെയ്തു. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നാളെ CPM പ്രതിഷേധ മാർച്ച് നടത്തും. നാളെ രാവിലെ 10 മണിക്കാണ് മാർച്ച് ആരംഭിക്കുക.
ജനങ്ങൾക്ക് ലഭിക്കേണ്ട 7 കോടി രൂപ ലാപ്സാക്കി എന്നതാണ് പ്രധാന ആരോപണം. കേരളം ഭരിക്കുന്ന UDF-ന്റെ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചതും അതുപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള വീടെന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി ഗവൺമെൻറ്റും എടവണ്ണ ഗ്രാമപഞ്ചായത്തും അട്ടിമറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ PMAY പദ്ധതിക്ക് പോലും 1 രൂപ പോലും നീക്കി വെക്കാതെ ഈ എടവണ്ണയിലെ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 7 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു എന്നതാണ് ഭരണസമിതിക്കെതിരെയുള്ള പ്രധാന ആരോപണം. ജനങ്ങളുടെ നികുതി പണവും വികസന ഫണ്ടും വകമാറ്റിയും കൃത്യസമയത്ത് വിനിയോഗിക്കാതെയും ഇല്ലാതാക്കിയെന്ന് CPM ഭാരവാഹികൾ പറഞ്ഞു. പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളും മാർച്ചിൽ പങ്കെടുക്കുമെന്നും അഴിമതിക്കെതിരെയുള്ള സമരം ശക്തമായി തുടരുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വീണ്ടും ഒരു ഇടവേള കൂടി. തലക്കെട്ടുകൾ കാണാം ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. അദാലത്ത് സംഘടിപ്പിച്ചത് നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് പരിഷ്കരണം പ്രതിഷേധവുമായി CPM നേതാക്കൾ ആശുപത്രി അധികൃതർക്ക് മുന്നിലെത്തി. ചർച്ചയെ തുടർന്ന് പരിഷ്കരണം പിൻവലിക്കുവാൻ തീരുമാനം. വണ്ടൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി AP അനിൽകുമാർ. മേൽപ്പാലം നിർമ്മാണത്തിനായി വേണ്ടത് 63.11 ആഴ്സ് ഭൂമി. നാടുകാണി ചുരം പാത ഇനി ഹരിതാഭമാകും. പുതിയ പദ്ധതിയുമായി വഴിക്കടവ് വനം റേഞ്ച് അധികൃതർ. കാഴ്ചക്കാരെ ആകർഷിക്കുന്ന മുളംകൂട്ടങ്ങൾ പുനഃസൃഷ്ടിക്കുവാനുള്ള പദ്ധതിയാണ് നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ നടപ്പിലാക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.